ഹലോ നമസ്കാരം. ഞാൻ ശാന്തകുമാരി, കുവൈറ്റാണ്. ഞാൻ ഹരേ കൃഷ്ണ. ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ്. കവീർ പൊന്നമ്മൻ അമ്മൻ്റെ മകളെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. ഏതൊരു മകളും ഏതൊരു മകനും ആയാലും അവരുടെ ജീവിത പ്രാരാബ്ധങ്ങൾ കൊണ്ട്, ബുദ്ധിമുട്ടുകൾ കൊണ്ട് മക്കൾക്കായാലും കുടുംബത്തിനായാലും ഭക്ഷണത്തിനുള്ള വഴി ഉണ്ടാക്കണമെന്ന് പറഞ്ഞ് ചില മക്കളെ നല്ലതുപോലെ നോക്കാനുള്ള സാഹചര്യം ഇല്ലാതെ അവർക്ക് അവരുടെ ജോലി ചെയ്യേണ്ടി വരും. അത് സ്വാഭാവികമാണ് ഈ ലോകത്തിൽ. കവീർ പൊന്നമ്മ അമ്മയുടെ മകൾ പറയുന്നു അവരെ സ്നേഹിച്ചിട്ടില്ല എന്ന്. ആ വാക്ക് കേൾക്കുമ്പോൾ ആ അമ്മയുടെ കണ്ണുകൾ നിറയുന്നത് എത്രയോ വീഡിയോകളിൽ കണ്ടിട്ടുണ്ട്. ഒരിക്കലും മക്കൾ വേണമെന്ന് പറഞ്ഞ് പ്രസവിച്ച ഒരമ്മയ്ക്കും ഒരു മക്കളെയും സ്നേഹിക്കാതിരിക്കാൻ കഴിയില്ല. പിന്നെ എങ്ങനെയെങ്കിലുമൊക്കെ നടക്കുന്ന സ്ത്രീകൾക്കും ഇല്ലെങ്കിൽ മക്കൾ വേണ്ടാത്ത സമയത്ത് മക്കളെ ഉണ്ടായിട്ട് പ്രസവിച്ചാലും ചിലപ്പോൾ സ്നേഹിക്കില്ലായിരിക്കാം. അങ്ങനെ എത്രയോ അതും ഉണ്ട്, ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ സ്നേഹം മാത്രം സിനിമയിലും അഭിനയിക്കുകയാണെങ്കിലും വാരിക്കോരി സ്നേഹം കാണിക്കുന്ന ഒരമ്മ സ്വന്തം മകളെ സ്നേഹിച്ചിട്ടില്ല എന്നും പറഞ്ഞ് ഇത്രയും കാലം കാണാതെ ഇരുന്നിട്ടും അവരൊരുപാട് വിഷമിച്ചിരുന്നപ്പോഴും ഒന്ന് വന്ന് അവരെ 10 ദിവസം നോക്കാനാവാത്ത ഒരു മകൾ ഇന്ന് മരിച്ച് കിടക്കുന്നു ഇല്ലെങ്കിൽ ഡോക്ടർ പറഞ്ഞതുകൊണ്ട് വന്ന് കണ്ടിട്ട് പോയി എന്ന് പറയുന്നു. ഇന്ന് മരിച്ചു കഴിഞ്ഞ് കാലത്തെത്തുമ്പോൾ ഇനി അവർ എന്ത് പറഞ്ഞ് കരഞ്ഞിട്ട് എന്താ കാര്യം? വല്ല കാര്യമുണ്ടോ? ഒരമ്മ എന്ന് പറയുന്നത് ഈ ഭൂമിയിൽ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത, വിലമതിക്കാൻ കഴിയില്ല നമ്മൾക്കൊരമ്മ എന്ന് പറയുന്ന ആ ഒരു വാക്ക്. അമ്മ വിലമതിക്കാൻ പറ്റാത്ത സമ്പത്താണ് അമ്മ. അത് നമ്മുടെ അച്ഛനും. അവർ കാരണമാണ് ഇന്ന് നമ്മൾ ഈ ഇല്ലാത്തവർക്ക് ചെറിയ സുഖങ്ങളും ഉള്ളവർക്ക് അതിൻ്റേതായിട്ടുള്ള സുഖങ്ങളിലും ജീവിക്കുന്നത് കൊണ്ട് ഒരച്ഛനും അമ്മയും ഇല്ലെങ്കിൽ അവർക്ക് ആ ജീവിതം ഉണ്ടാവില്ല. അതുകൊണ്ട് ഇനിയിപ്പോൾ കവീർ പൊന്നമ്മ അമ്മയുടെ മകൾ എന്ത് കാണിച്ച് കരഞ്ഞിട്ടും ആർക്കും വലിയ സങ്കടമൊന്നും വരില്ല. കാരണം ഓരോ ന്യൂസുകളിലും ഞാൻ ആ അമ്മയുടെ എന്താണ് അയാളുടെ പേര്, ഈ അഭിമുഖങ്ങളിലും അതിലും ഒക്കെ പറയുമ്പോൾ സ്നേഹിച്ചിട്ടില്ല എൻ്റെ അമ്മ എന്ന് പറയുമ്പോൾ അവർ പറയുന്നുണ്ട് 8 മാസം വരെ പാല് കൊടുത്തിട്ടുള്ളൂ, പിന്നെ എനിക്ക് കൊടുക്കാൻ പറ്റിയിട്ടില്ല, എൻ്റെ പണിക്ക് പോയില്ലെങ്കിൽ എൻ്റെ കുടുംബം പട്ടിണി കിടക്കുമെന്ന് ആ അമ്മ പറയുന്നുണ്ട്. അപ്പോൾ ആ അമ്മയ്ക്ക് സ്നേഹിക്കാൻ പറ്റാത്ത ചുറ്റുപാട് കൊണ്ടാണ് അമ്മ ജോലിക്ക് പോയി എന്ന് മനസ്സിലാക്കാൻ ഒരു മകൾക്ക് കഴിഞ്ഞില്ലെങ്കിൽ ഒരു മക്കൾക്ക് കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ അവരിനെയൊക്കെ മക്കൾ എന്ന് പറയുന്നതിൽ എന്തർത്ഥമാണുള്ളത്? ഇനിയിപ്പോൾ നമ്മളൊക്കെ എത്ര സ്നേഹിച്ചാലും അവരെന്ത് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിലും സ്നേഹിച്ചില്ലെങ്കിൽ പോലും അത് അവരുടെ മകൾക്ക് അവകാശപ്പെട്ടതാണ്. പക്ഷേ ഞാൻ പറയുന്നു, കവീർ പൊന്നമ്മയ്ക്ക് എന്ത് ഇനി ബാക്കിയുണ്ടെങ്കിലും, വീട്, പണം, സ്വത്ത് മുതൽ എന്ത് ബാക്കിയുണ്ടെങ്കിലും ഒരിത്തിരി ബുദ്ധിയും ബോധമുള്ള മകളാണെങ്കിൽ അത് എടുക്കാൻ പാടില്ല. അതിനെ വല്ല വൃദ്ധസദനത്തിലേക്കും എഴുതി കൊടുക്കണം. അതാണ് ഇത്രയും കാലം നീ ചെയ്ത തെറ്റിനുള്ള പ്രായശ്ചിത്തം. അതാണ് ആ അമ്മ ഈ ലോകത്തിലെ എല്ലാവരെയും മക്കളായി കണ്ടുകൊണ്ട് ഒരമ്മ നഷ്ടപ്പെട്ടതാണ് എന്ന് ചിന്തിക്കുന്ന ഈ ലോകത്ത് നീ ചെയ്ത തെറ്റിന്, നിൻ്റെ അമ്മയെ നീ സ്നേഹിക്കാതെ, നീ അവരെ നോക്കാതെ ഇരുന്നതിന് അവരിൻ്റെ ഒരു ചില്ലി പൈസ പോലും നിനക്കത് എടുക്കാനുള്ള അർഹതയില്ല. മനസ്സിലാവുണ്ടോ? അതുകൊണ്ട് അവരിൻ്റെ എന്ത് സ്വത്തുണ്ടെങ്കിലും അതെല്ലാം വൃദ്ധസദനങ്ങളിലേക്ക് എഴുതി കൊടുക്കണം. അതാണ് നീ ചെയ്യേണ്ട ഏറ്റവും വലിയ പ്രായശ്ചിത്തം. അതാണ് ചെയ്യേണ്ടത്. അപ്പോൾ അതുകൊണ്ട്
ഇനി ശവത്തിൻ മരിപ്പിൻ്റെ അടുത്തിരുന്ന് കരഞ്ഞാലും ആരോടെങ്കിലും സംസാരിച്ചിരുന്ന് കരഞ്ഞിട്ടും യാതൊരു കാര്യവുമില്ല. അയമ്മയുടെ ആത്മാവുണ്ടെങ്കിൽ അതിന് ഈ ലോകർ എത്രയോ പേര് പ്രാർത്ഥിക്കുന്നുണ്ട് അവർക്ക് വേണ്ടിയിട്ട് സമാധാനം കിട്ടാൻ, ശാന്തി കിട്ടാൻ. നീ പ്രാർത്ഥിച്ചാലും അവരെടുക്കില്ല. കാരണം അവർ അത്രമാത്രം ജീവിച്ചിരുന്നപ്പോൾ നിന്നെ കാണാൻ ആഗ്രഹിച്ച ഒരമ്മയാണ്. ഒരു മകൾ എന്നെ നോക്കും, ഒരു മകൾ എൻ്റെ അടുത്ത് വരും എന്നാഗ്രഹിച്ച ഒരമ്മയാണ് അവർ. അതുകൊണ്ട് ഇനി നീ എന്ത് കരഞ്ഞിട്ടും കാര്യമൊന്നുമില്ല. ആ കള്ള കണ്ണീര് കൊണ്ട് ഇനി നാട്ടുകാരനെ കാണിക്കുകയും വേണ്ട. മനസ്സിലാവണ്ട? അതിനുള്ള ഒരു പ്രായശ്ചിത്തമാണ് ഞാൻ ഈ പറഞ്ഞത്. അത് ചെയ്യണം. ഓക്കെ, എല്ലാവർക്കും നല്ലൊരു നമസ്കാരം. ഓക്കെ, ഗുഡ് നൈറ്റ്. ശാന്തകുമാരി, കുവൈറ്റ്. ഹരേ കൃഷ്ണ. ഓക്കെ.